ശിരോവസ്ത്രം ധരിച്ചെത്തുന്ന അധ്യാപിക സമാനമായ ശിരോവസ്ത്രം ധരിച്ചെത്തുന്ന വിദ്യാർത്ഥിയോട് അത് ധരിക്കരുത് എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? 2022 കർണാടകയിൽ സമാനമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ബി.ജെ.പി. ഭരിക്കുന്ന കർണാടക സർക്കാരിന് അനുകൂലമായി ഹൈക്കോടതി വിധിയെഴുതിയപ്പോൾ സുപ്രീം കോർട്ടിലെ രണ്ടംഗ ബെഞ്ച് സ്പ്ലിറ്റ് അഡിക്റ്റീവ് വേയിലായിരുന്നു ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചത്. ഒരാൾ അനുകൂലിച്ചും ഒരാൾ പ്രതികൂലിച്ചും. പിന്നീട് ഇത് ലാർജർ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചായ CIJ കൈമാറുകയും ഇതുവരെ അറ്റൻഡ് ചെയ്യപ്പെടാതിരിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. സമാനമായ കേസാണ് 2016 അംന ബിൻ ബഷീർ vs CBSE. മെഡിക്കൽ എൻട്രൻസ് ടെസ്റ്റിനോടനുബന്ധിച്ച് ഡ്രസ്സിൽ തട്ടമോ ഫുൾ സ്ലീവോ പാടില്ല എന്നതിനെതിരെയായിരുന്നു ആ കേസിൽ ജസ്റ്റിസ് മുഷ്താഖ് വിധി എഴുതിയത് ഇത് റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമാണെന്നും അത് അംഗീകരിക്കണമെന്നുമാണ്. യൂണിഫോമിന്റെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ സ്ട്രിക്റ്റായി യൂണിഫോം കൊണ്ടു നടക്കേണ്ട ഒരു വിഭാഗമാണ് ഇന്ത്യൻ ആർമി. അവിടെ സിഖ് വംശജർക്ക് ടർബൻ അണിയാം. അത് അവരുടെ റിലീജിയസ് പ്രാക്ടീസ് ആയതുകൊണ്ട് മാത്രമാണ്. സുപ്രീം കോടതി 1986 യഹോവ സാക്ഷികൾക്ക് വേണ്ടി ഒരു കേസിൽ ഉത്തരവിറക്കിയിരുന്നു. ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. കോട്ടയം കിടങ്ങൂർ NSS സ്കൂളിലെ 3 സഹോദരന്മാർ ദേശീയഗാനം ആലപിക്കുന്നത് അവരുടെ റിലീജിയസ് പ്രാക്ടീസിന് അനുയോജ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ദേശീയഗാനം ആലപിക്കാതിരിക്കുകയും സ്കൂൾ അവരെ പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയായിരുന്നു ഈ കേസ്. റിലീജിയസ് ഫോളോയിങ്ങിനെ മാനിച്ചുകൊണ്ട് അന്ന് വിധി വന്നത് സ്കൂളിൽ അവർ ദേശീയഗാനം ആലപിക്കേണ്ടതില്ല എന്നാണ്. അത്രത്തോളം യൂണിഫോമിനെയും ഡിസിപ്ലിനെയും മാനിക്കുന്നതോടൊപ്പം വിശ്വാസത്തെയും അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയാണ് ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിനുള്ളത്. ഷവർമ ഹലാൽ, കൂട്ടത്തിൽ ഇപ്പോൾ ഹെഡ് സ്കാർഫും. ഇത് വെറും അസഹിഷ്ണുതയുടെ പ്രകടനം മാത്രമാണ്. ആരുടെയെങ്കിലും ഒക്കെ തലയിൽ ഒരു തട്ടം അധികമുള്ളതിൽ എന്തിനാണ് ഇവർക്കൊക്കെ ഈ കുരുവൊട്ടുന്നത്? 13 വയസ്സുള്ള കുട്ടിയുടെ മനസ്സിൽ ഈ പറയുന്ന കറുത്ത പാടുകളൊന്നും ഉണ്ടാകില്ലെന്നേ ആ കൊച്ചിന്റെ എസെൻഷ്യൽ ഫോളോയിങ്ങിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന ഒന്ന് എന്തിന് ഇത്തരം ചർച്ചകൾക്കിടയാക്കണം? 1954 തമിഴ്നാട്ടിലെ ഒരു മഠവുമായി ബന്ധപ്പെട്ട കേസിലാണ് ERP ലീഗൽ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. പബ്ലിക് ഓർഡറിനെയോ ഹെൽത്തിനെയോ മൊറാലിറ്റിയോ ബാധിക്കാത്ത വിശ്വാസ സ്വാതന്ത്ര്യം ഏതൊരു ഇന്ത്യൻ നിയമം അനുവദിച്ചു നൽകുന്നുണ്ട്. മാറ്റി നിർത്തുന്നതിനു പകരം ആ അധ്യാപകയ്ക്ക് ആ കുട്ടിയെ കൂട്ടിപ്പിടിച്ചിരുത്തി എനിക്ക് ദൈവത്തിന്റെ മണവാട്ടിയായപ്പോൾ കിട്ടിയ ഈ നീളം തുണി നിനക്ക് ദൈവത്തോടടുക്കാൻ ഒരു ഉപാധിയാണെങ്കിൽ ഇത് നിനക്ക് എന്റെ സമ്മാനമാണെന്നൊന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങളും ഹാപ്പി, ആ കൊച്ചും ഹാപ്പി. ഇത്തരം പുകിലുകളൊന്നും ഇല്ലതാനും. അനിവാര്യമായതാണോ മതപരമായ പ്രാക്ടീസിലുള്ളതാണോ എന്ന് ഉറപ്പിച്ചിട്ട് എല്ലാ സ്കൂളിനും റീസണബിൾ ആയുള്ള റെസ്ട്രിക്ഷൻസ് വെക്കാനുള്ള അധികാരമുണ്ട്.